ഹലോ ഗായ്സ്, നെയിംലെസ് മല്ലുക്കിങ്ങിന്റെ ഒരു കൊച്ചു ചാനലിലേക്ക് എൻ്റെ എല്ലാവിധ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഫുഡ് ഒന്നും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് പുറത്തുനിന്നാണ് വാങ്ങിയത്. പുറത്തുനിന്ന് സംഭവം നമ്മൾ ഫുഡും വാങ്ങി നേരെ ഞാൻ എത്തുന്നതാണ് എൻ്റെ ഓഫീസിലോട്ട്. അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ കുറച്ചും കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകൾ ഞാൻ നേരത്തെ ഉള്ള പഴയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരെന്തിയായി കാണുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ദുബായ് യൂണിയൻ മെട്രോ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അതാണ്ട് ഇതൊക്കെ നമ്മൾ ജേക്കബിന്റെ സ്വർഗരാജ്യം സിനിമയിലെ ലാസ്റ്റ് ക്ലൈമാക്സ് വീഡിയോ ആണ് കേട്ടോ. ആരും മറന്നില്ലെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയാ, ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഈ മൊബൈലൊക്കെ റീചാർജ് ചെയ്യുന്ന മെഷീൻ. ഇതിന്റെ റീചാർജ് ചെയ്യുന്ന വഴി എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പൊ ഇതിൽ ഡ്യൂ ഉണ്ട്, എത്തിസലാത്ത് ഉണ്ട്, അതേപോലെ തന്നെ വെർജിൻ, അങ്ങനെ ഒരുപാട് നമുക്ക് എന്ത് സാധനവും നമുക്ക് നാട്ടിലേക്ക് വേണേൽ നമ്മളെ മൊബൈലിൽ വരും റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ഡ്യൂ പ്രീപെയ്ഡ് ഉണ്ട്, പോസ്റ്റ് പെയ്ഡ് ഉണ്ട്, അപ്പുറത്ത് എന്തോ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രീപെയ്ഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് പ്രീപെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം ഉണ്ട്, ഡേറ്റ ഉണ്ട്. നമുക്ക് വേണ്ടത് മോർ ടൈമാണ്. സോ നമുക്ക് വിളിക്കുകയല്ലേ വേണ്ടത്. സോ നമുക്ക് മോർ ടൈം കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്പർ കൊടുക്കുക 05884 ബ്ലാ 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 ബ്ലാ. അത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കരുത്. അതിന് പകരം നമ്മൾ നേരെ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം പേ വരത്തില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിലുള്ള പൈസ എത്രയാണോ അത് നമുക്ക് എടുക്കുക. ഇതിൽ 5 തൊട്ട് 1000 വരെയുണ്ട്. 1000 രൂപ ഇട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടാകുമോ? എന്തായാലും ഞാൻ 5ആണ് ഇട്ടത്. നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് ആരും എന്തെങ്കിലും വിളിക്കാറുണ്ട്. ഓക്കെ, അതിനുശേഷം അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇത് പഴയ കാലത്തെ കോയിനാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതേപോലത്തെ ഇവിടെയും ഇപ്പൊ ഇവിടെ ആരൊക്കെയോ ഇതെന്തോ വേസ്റ്റ് കൂട്ടയായി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കാർപ്പറ്റ് ആണ് കേട്ടോ. നമ്മളെ കൈകൊണ്ട് മാൻമെയ്ഡ് ഉണ്ടാക്കുന്ന കാർപ്പറ്റ് ഒരു ഷോറൂമിൽ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള എന്താ പറയാ ഈ ലേഡീസിന്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൂ. അപ്പൊ കണ്ടപ്പോൾ കൗതുകത്തിലൂടെ എടുത്തതേ ഉള്ളൂ. അതിനുശേഷം വൈകുന്നേരം എനിക്കൊന്ന് പുറത്തോട്ട് പോകേണ്ടി വന്നു. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ അടുത്ത കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെയാണ് നേരത്തെ കണ്ടത്, ഇപ്പൊ വൈകുന്നേരമാണ് കാണുന്നത്. അപ്പം നമ്മൾ അവിടെ നടന്നു പോകുമ്പോഴത്തേക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റിലേക്ക് പോണ കണ്ടു എന്റെ പൊന്നു. ഇതിന്റെ ടാക്സിയിലേക്ക് കയറുന്നുണ്ട്. അപ്പം ഇപ്പൊ അറിയാലോ, വാലന്റൈൻസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു മുട്ടയാണ്. ഞാൻ ചുമ്മാ എറിഞ്ഞ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു, എറിഞ്ഞു. സംഭവം പൂങ്കാവെ നോക്കിയപ്പോഴേ മുട്ട പൊട്ടിയില്ല. എന്താണ് സംഭവം? ഇതാണ് ആ മുട്ടയുടെ പ്രത്യേകത. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് റിയൽ ആയിട്ട് സംഭവിച്ചാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് തട്ടി താഴെ വീണു. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ച് പൊട്ടി എന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെയാണ് നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് പണ്ട് കാലത്ത് നമ്മൾ എത്രത്തോളം കളിച്ച സാധനം. സത്യം പറഞ്ഞാലോ വല്ലാത്തൊരു നൊസ്റ്റാൾജിയായിരുന്നു എനിക്കിത് കണ്ടപ്പോൾ. പിന്നെ നല്ല കിട്ടില്ല ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അപ്പൊ ഭയങ്കര രസമുണ്ട് കേട്ടാ. ക്യൂട്ട് ബേബി എന്ന് വിളിച്ചപ്പോഴത്തേക്കും ഇറങ്ങി ഇങ്ങ് വരിക, ഞാനും ഉണ്ടെന്നും പറഞ്ഞു. പിന്നെ അവിടെ ഒരുവിധം ഒതുക്കി വെച്ച് അതിനുശേഷം പിന്നെ അങ്ങോട്ട് വെളിയിൽ ഇറങ്ങിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. സത്യം പറഞ്ഞാലോ ക്രൗഡ് കുറവാണ്, നല്ല ക്യൂ വരേണ്ട സ്ഥലമാണ്. പക്ഷേ എന്താണ് വൈകുന്നേരമൊക്കെ ആയതുകൊണ്ടായിരിക്കും, 4 മണി 3 മണി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആയില്ലാത്തത്. ഇനി ചിലപ്പം നല്ല ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് കുറച്ച് അതുള്ള കാഴ്ചകളൊക്കെ. നല്ല സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിക്കുള്ള ആൾക്കാരുകളും ഈ നാട്ടിലോട്ട് വരുന്നവരെല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. പല സാധനങ്ങളും വീട്ടിലേക്ക് വേണ്ടിയുള്ള അലങ്കാരങ്ങളായിട്ടുള്ള ഡെക്കറേഷൻ ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങാറുണ്ട്. അപ്പം ഇവിടെ ശേഷം ഞാൻ നേരെ കൗണ്ടറിലേക്ക് ചെന്നു. കൗണ്ടറിന്റെ പരിപാടി കഴിഞ്ഞു. ഇതാണ് അവിടുത്തെ ഫ്രണ്ടിൽ ഒരു സംഭവം എല്ലാം അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴും ഞാൻ അതുപോലെ രാവിലെ ആകുമ്പോഴും ഞാൻ ഇപ്പോൾ ഈ ഒരു മാസം തൊട്ട് തുടങ്ങിയതാണ്. ഇത് ഞാൻ നേരത്തെ സ്റ്റോപ്പ് ചെയ്തതാണ്, ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് എന്ത് ചെയ്യാ, ഒരു ഗ്ലാസ് പാല് കൊടുക്കും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ആ പാല് വെച്ച ഒരു കുപ്പി അങ്ങ് അടച്ചു വെക്കും. അതിനുശേഷം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിസ്തയാണ്. പിസ്ത ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന, തൊലി പൊളിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് എല്ലാം വാരി പറഞ്ഞിട്ടുണ്ട്. അതൊരു 5 എണ്ണമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു പിസ്തയാണ് ഇടുന്നത്. അതിനുശേഷം ഈ ഒരു ടെപ്പയ്ക്കകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 2 ഐറ്റങ്ങളാണ്. അതില് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂൺ എടുത്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സ്പൂണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തുടക്കണം കേട്ടോ, അത് വേറെ കാര്യം. ഇതിനകത്ത് വരുന്നത് ബദാമും കാഷ്യും കൂടെ ഞാൻ പൊടിച്ചിട്ട് അതിൻ്റെ തെറ്റിക്കണം. അപ്പൊ ഇതൊരു 2 സ്പൂണ് ഞാൻ ആഡ് ചെയ്യും. അതിനുശേഷം അത് തുടച്ചു വെക്കും. അതിനുശേഷം ഇത് അടച്ചു വെക്കും. അതിനുശേഷമാണ് പഴം എടുക്കുന്നത് നമ്മൾ. പഴം എടുത്ത് നമ്മൾ ഈ തൊലിയൊക്കെ എടുത്ത് നേരെ അവിടെ വയ്ക്കാതെ അപ്പുറത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതെല്ലാം ആക്കി വരുമ്പോഴത്തേക്കും ഇത്തവണ വന്നപ്പോഴത്തേക്കും സ്പൈഡർമാൻ ആണെന്ന് തോന്നുന്നു, കുറെ വലകളും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഈ വലകളും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞതിന് ശേഷം
ഇപ്പോഴൊന്നും കളയൂ. അതിനുശേഷം രണ്ടായിട്ട് പിളർത്ത് എടുത്ത് അതിൻ്റെ അകത്ത് അങ്ങോട്ട് ഇടുക. എന്നിട്ട് കൈ പെട്ടെന്ന് അങ്ങോട്ട് തുടയ്ക്കുക. എന്നിട്ട് അതിനുശേഷം അങ്ങോട്ട് അടയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു മിക്സി എടുക്കണ അഹങ്കാരം എടുത്തപ്പോഴത്തേക്ക് താഴെ വീണ് എല്ലാം കിടപടമായി. പിന്നെ അതൊക്കെ ഒന്ന് നാണക്കേടുന്ന് സഹിച്ച് അതൊക്കെ പയ്യെ നൈസ് ഞാൻ ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് വെക്കുന്നു. പിന്നെ ഒരു ഒറ്റ തിരിപ്പ് ആ വാതിൽ അടയ്ക്കണം, അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. വാതിലടച്ചു പിന്നെ അങ്ങോട്ട് ആക്കിയപ്പോ ആവണില്ല. സ്വിച്ച് ഇട്ടാളെ ആവോളം എന്നുള്ള ഒരു സംഭവം സത്യവും നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം രണ്ട് മൂന്ന് അടി അടിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഒരു സുഖമാണ്. അതാണ് ഇതിന്റെ സത്യം. ഒരു കുറച്ചു നേരം നമ്മളത് അടിച്ചതിന് ശേഷം ഈ സാധനം അങ്ങോട്ട് ഗ്ലാസ് എടുത്തിട്ട് നേരെ വെച്ച് ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് ക്ലക്കി ഇങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് എടുത്ത് ഒരു അടിയടിച്ച് നല്ല രീതിയിൽ ആസ്വദിച്ച് ചവച്ചരച്ചിറക്കി കഴിഞ്ഞോണ്ടല്ലോ. പൊളി.